ചെറുതായിട്ടൊരു കോൾഡ് ഉണ്ട്. അപ്പം അത് മഴയൊക്കെ അല്ല, അപ്പം അതുകൊണ്ട് കിട്ടിയതായിരിക്കും ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട്. കാരണം കാറ്റുകാലം, വൃശ്ചികം ആ ടൈമിൽ കാറ്റുകാലമാണ് വരേണ്ടത്, പക്ഷെ കാലം തെറ്റി മഴ പെയ്തു. അപ്പോൾ അതിൻ്റേതായ ദോഷങ്ങൾ, നീരുവീഴ്ച, തുമ്മൽ എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ എൻ്റെ കോൾഡായിട്ട് റിലേറ്റഡ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. സ്റ്റാർട്ടിങ്ങിൽ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പോവാം. ഡെലിവറി കഴിഞ്ഞിട്ട്, അതും സെക്ഷൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണത്. കുറച്ച് പേരുടെ അടുത്ത് ഡൗട്ട് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ഡെലിവറി വീഡിയോയുടെ പാർട്ട് 2 ആയിട്ട് ഏകദേശം ഈ വീഡിയോ വരും. സംഭവം വേറെ ഒന്നല്ല, എത്ര ടൈം ഉണ്ടായിരുന്നു ഓപ്പറേഷൻ എന്നാണ് ചോദിച്ചത്. എന്നെ 8:10 ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റി. 8:20 ആകുമ്പോഴേക്കും നമ്മുടെ ബേബി സാറ വന്നു. പിന്നെ എനിക്ക് ഏകദേശം എൻ്റെ കയ്യിൽ വാച്ചൊന്നും ഉണ്ടായിരുന്നില്ല കാൽക്കുലേറ്റ് ചെയ്യാൻ. എന്നാലും ഏകദേശം ഞാൻ പറയണ ഒരു 3/4 മണിക്കൂർ കൊണ്ട് എല്ലാ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് എന്നെ പോസ്റ്റ് ഓപ്പിലോട്ട് മാറ്റി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വീട്ടിൽ ചോദിച്ചപ്പോൾ അവരെങ്ങനെ തന്നെയാണ് പറഞ്ഞത്. കാരണം ആ ടെൻഷനിൽ സമയം നോക്കാനൊക്കെ വിട്ടുപോകുമല്ലോ. അപ്പം മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷൻ എന്നൊന്നും ഇതിന് പറയാൻ പറ്റില്ല. ഒരു 1 hour കൂടിപ്പോയി, അതിൻ്റെ ഉള്ളിലെല്ലാം നമ്മുടെ കഴിയുന്നതന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നെക്സ്റ്റ് ചോദ്യമാണ് സ്പൈനിൽ ഇഞ്ചക്ഷൻ കുത്തിയപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്. ഞാൻ നമ്മൾ പറയുന്ന വീഡിയോസിലും ഇതൊക്കെ കേട്ടിട്ട് അത്രയും ടെൻഷൻ അടിച്ച് പേടിച്ചാണ് പോയത്. പക്ഷെ അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. പേടിയായിരുന്നു മെയിൻ വില്ലൻ. നമ്മളെ വളച്ച് ചെരിച്ച് കിടത്തും. അത്രയ്ക്ക് വളയ്ക്കൊന്നുമില്ല, നമുക്ക് സഹിക്കാൻ പറ്റില്ല. ചുരുണ്ട് കൂടി കിടക്കാൻ പറ്റുന്ന അത്ര നമ്മളെ ചെരിച്ച് വെച്ചിട്ട് ഇഞ്ചക്ഷൻ നട്ടലിലോട്ട് ചെറുതായിട്ട് കയറ്റും. അപ്പം അതിന് മുന്നേ ഒരു ട്രയൽ നോക്കും. 3-4 സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പോയിന്റ് ചെയ്യും. എവിടെയാണോ കറക്റ്റ് മരുന്ന് വയ്ക്കാനുള്ളത് എന്ന് അവിടെ പോയിന്റ് ചെയ്തതിന് ശേഷം ഇഞ്ചക്ഷൻ കയറ്റി വിടും. അപ്പം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും മെഡിസിനെ നമ്മുടെ ശരീരത്തിലൂടെ ഇങ്ങനെ കയറി പോകുന്നത് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു തരിപ്പും ഒരു അസ്വസ്ഥതയും. അപ്പം തന്നെ നമ്മുടെ കിടത്തും. പിന്നെ അരക്കി റിപ്പോർട്ട് തളരും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ഡെലിവറി വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, പിന്നെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ അധികം പെയിൻഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊന്നും സെക്ഷൻ്റെ അനസ്തേഷ്യയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ 2 ഡൗട്ട് തീർന്നു. ടൈമിൻ്റെ ഡൗട്ട് ഉണ്ടായിരുന്നു, അതുപോലെ ഈ അനസ്തേഷ്യയുടെ ഡൗട്ട് ഉണ്ടായിരുന്നു. 3ാമത്തെ കാര്യം, ഡെലിവറി കഴിഞ്ഞപ്പോൾ വിറച്ചു എന്ന് ചോദിച്ചു കുറച്ച് പേര്. വിറച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് എന്നെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോസ്റ്റ് ഓപ്പിലോട്ട് മാറ്റിയ സമയത്ത് ഞാൻ നല്ല രീതിയിൽ വരച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ കിടകിടകിട വരച്ചു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച അവിടുത്തെ AC തണുപ്പായിരിക്കുന്ന ആവശ്യം, അങ്ങനെയല്ല, വിറച്ചു. അപ്പോൾ അവർ പുതപ്പൊക്കെ ഇട്ട് കൊണ്ടുവന്ന് നമ്മളെ കൂളാക്കിയിട്ടല്ല ഹോട്ടാക്കി, എന്നിട്ട് നമ്മളെ സേഫ് ആക്കിയിട്ട് വെച്ചു. അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ചസിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റിച്ച് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് തന്നെ അവർ കീറിയെടുത്തു. അതൊക്കെ ഞാൻ ഡെലിവറി വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റിച്ചൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം അവർ വന്നിട്ട് സ്റ്റിക്കർ വലിച്ച് കളഞ്ഞു. 5ാമത്തെ ദിവസം അതുമുണ്ടായിരുന്ന ത്രെഡും വലിച്ചു കളഞ്ഞു. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡെലിവറി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആഫ്റ്റർ കെയർ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് 1-ാം തീയതി ആയി, കാരണം ഡേറ്റുകൾ കറക്റ്റായിട്ട് ഓർക്കാൻ പറ്റും. 1-ാം തീയതി ഡെലിവറി കഴിഞ്ഞു, 5-ാം തീയതി ഡിസ്ചാർജ് ആയി വീട്ടിലോട്ട് പോകുന്നു. പക്ഷേ എണ്ണ തേച്ച് കൂടി ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ എണ്ണ നമ്മുടെ സ്റ്റിച്ചിൻ്റെ അവിടേക്ക് വന്നാൽ പഴുക്കാൻ ചാൻസ് ഉണ്ട്. എൻ്റെ കുറച്ച് അറിയാവുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഇത് പഴുത്തു. ഭയങ്കര അറിവുള്ള കാരണം അവരൊക്കെ ഡിസ്ചാർജ് ചെയ്ത് പിറ്റേ ദിവസം തൊട്ട് എണ്ണ തേച്ച് കുളിച്ചു. അതുകൊണ്ട് അവർക്കൊക്കെ പഴുത്തു. ഞാൻ 25 days ആയിട്ടാണ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. ഇത് എക്സാക്ട് 1 month അടുത്തേക്ക് ആയപ്പോഴാണ് എല്ലാ ട്രീറ്റ്മെൻറ്റ്സും മലയാളം മരുന്നുകളും അതുപോലെ തന്നെ എണ്ണ തേച്ചുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതൊക്കെ സ്റ്റിച്ചൊക്കെ ഹീലായതിനു ശേഷം. സ്റ്റിച്ച് ഹീലാവാനായിട്ട് മെയിനായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളില്ല, അത്ര പ്രത്യേകിച്ചൊന്നുമില്ല. 1ാമത്തെ കാര്യം, നല്ല വൃത്തിയായിട്ട് ചൂടുവെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് ഒരു കോട്ടൻ്റെ വൈറ്റ് ക്ലോത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വൈറ്റ് ക്ലോത്ത് കൊണ്ട് ഞാൻ ബെഡിൽ കിടന്നിട്ട് വൈപ്പ് ചെയ്യും. അതായത് സ്റ്റിച്ചിൻ്റെ അവിടെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഒപ്പുക നമ്മൾ പറയും. ഒപ്പി ആ വെള്ളം മൊത്തം എടുത്തു. അതിന് ശേഷം ഞാനൊരു 10 minute കിടക്കും ഡ്രൈ ആവാനായിട്ട്. അങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഡ്രസ്സ് എടുത്തുള്ളൂ. അല്ലാണ്ട് ആ വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ എത്ര തുടച്ച് കളഞ്ഞാലും നനവിൻ്റെ ഒരു അംശം അവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഫുൾ ഡ്രൈ ആയതിന് ശേഷം ഞാൻ ഡ്രസ്സ് എടുത്തുള്ളൂ. അപ്പോൾ ഒരു 10-15 ദിവസത്തോളം ഞാൻ അങ്ങനെ 20 ദിവസം അങ്ങനെ ഞാൻ ഉണങ്ങിയാലും ഞാൻ വീണ്ടും ഇതേ റിപ്പീറ്റ് ചെയ്തു. കുളി കഴിഞ്ഞ് വന്നിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം ഡ്രസ്സുകളൊക്കെ എടുത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ മൊത്തം ഉണങ്ങി വലിഞ്ഞതിന് ശേഷമാണ് ചെയ്യുക. അപ്പം ഇങ്ങനെ നിങ്ങൾ ചെറുതായിട്ടൊക്കെ ചെയ്താൽ മതി. അതേപോലെ അവിടെ ക്രീമും ലോഷനൊന്നും സ്റ്റിച്ചിൻ്റെ അവിടെ ആവാതെ ശ്രദ്ധിക്കുക. ഞാൻ ലോഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ സ്റ്റിച്ചിൻ്റെ അവിടെ ലോഷൻ ആവാണ്ട് ബാക്കിയുള്ള ഏരിയസിലാണ് ലോഷനൊക്കെ പുരട്ടുക.
അപ്പം നിങ്ങൾ ഈ 2-3 ടിപ്പ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഡെലിവറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ എണ്ണ തേച്ച് കുളിക്കണമെന്നൊന്നുമില്ല. സി സെക്ഷൻ കഴിഞ്ഞിട്ടുള്ളവർ ഒരു 1 month ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. എൻ്റെ അടുത്ത് ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ അങ്ങനെ ഫോളോ ചെയ്തുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ആ ഒരു ടിപ്പാണ് ഞാൻ നിങ്ങളിലോട്ട് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ ആഫ്റ്റർ സി സെക്ഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ ഫുൾ ടൈം നമ്മൾ കിടക്കരുത്. നീർക്കെട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞതായ കാരണം ബ്ലഡ് ക്ലോട്ട് ആവും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഫുൾ ടൈം കിടക്കും ചെയ്യരുത്. അതായത് എന്ന് വെച്ചാൽ ഫുൾ ടൈം കഴിഞ്ഞിട്ട് നടക്കണം എന്നല്ല, എണീക്കണം, നടക്കണം, ഇരിക്കണം, കിടക്കണം, എല്ലാം കൂടി ഒരു മിക്സ്ഡ് അപ്പ് ആയിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞെന്ന് വെച്ചാൽ ഫുൾ ടൈം കിടന്ന് കഴിഞ്ഞാൽ പല അസ്വസ്ഥതകളും വരും, ബ്ലഡ് ക്ലോട്ട് ആവും, ഫുൾ ടൈം ഇരുന്ന് കഴിഞ്ഞാൽ നീർക്കെട്ട് വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ ഫുഡ് ഡെലിവറി കഴിഞ്ഞ് വാരി വെച്ച് ഒരു ലോഡ് ഫുഡൊന്നും കഴിക്കണ്ട. നിങ്ങൾക്ക് പറ്റാവുന്ന അത്ര കഴിച്ചാൽ മതി. എനിക്ക് പ്രോട്ടീൻ പൗഡർ ഉണ്ടായിരുന്നു, പാലിൽ കലക്കി കുടിക്കാൻ. അപ്പോൾ ഡെയിലി 2 നേരം പാലുണ്ടായിരുന്നു. പിന്നെ അതുപോലെ മൾട്ടി വിറ്റാമിൻ സിറപ്പ് ഉണ്ടായിരുന്നു, പിന്നെ ഗുളികകളുണ്ടായിരുന്നു. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ അല്ലാണ്ട് തന്നെ കഴിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരുപാട് ചോറൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു കുറച്ച് ചോറ് കഴിച്ചാൽ മതി. ഓൾറെഡി ഞാൻ തടിയുള്ള കാരണം കുറച്ച് ചോറ് കഴിച്ചാൽ മതി. ബാക്കിയുള്ളത് വെജിറ്റബിൾസ് ആയിട്ടും ഫ്രൂട്ട്സ് ആയിട്ടും പിന്നെ നമ്മുടെ മെഡിസിൻസും ടാബ്ലറ്റ്സ് സിറപ്പൊക്കെ ഉണ്ടല്ലോ മൾട്ടി വിറ്റാമിൻ. അപ്പോൾ അതൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് പൊക്കോളും. അല്ലാണ്ട് വയറ് മറിയണ രീതിയിൽ ചോറ് കഴിക്കാനൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ടിപ്പും കൂടി ഒന്ന് യൂസ് ചെയ്തോ. പിന്നെ ചോദിച്ചിട്ടുള്ളതാണ് PV എക്സ്പീരിയൻസ്. PV എന്ന് പറയാനായിട്ട് അത്ര അധികം പേടിക്കേണ്ട ഒരു സംഭവമല്ല. എൻ്റെ PV കഴിഞ്ഞ കാരണമാണ് ഞാൻ പറയുന്നത്. പേടിച്ച് കുറച്ചൊന്നും ഇരിക്കണ്ട. അത്ര വലിയ സീനൊന്നും PVക്ക് ഇല്ല. PV ഞാൻ ടെൻഷൻ അടിച്ചാൽ കൂട്ടിയത് കാരണമാണ് എനിക്ക് ഇത്തിരി പ്രോബ്ലമായിട്ട് വന്നത്. കാരണം ഞാൻ ഡോക്ടറിനെ ചെക്ക് ചെയ്യാനായിട്ട് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല പേടിച്ചിട്ട്. ഡോക്ടർ വന്നിട്ട് ചെക്ക് ചെയ്യാനായിട്ട് എൻ്റെ അടുത്തില്ല, ചെക്ക് ചെയ്യുമ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആഗ്രഹമുണ്ട് ഡോക്ടറെ, പക്ഷെ എനിക്ക് പേടിയിട്ടാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ്. അങ്ങനെ ലാസ്റ്റ് PV ചെക്ക് ചെയ്തു. അപ്പോഴാണ് ബേബിക്ക് വെയിറ്റ് കൂടുതലാണ്, ഷോൾഡറിൻ്റെ വിരിവ് ബേബിക്ക് ഇത്തിരി കൂടുതലായിരുന്നു. അപ്പോൾ സൈഡ് വെട്ടുന്നതിന് ഒരു പരിധി ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ ഉണ്ണിക്ക് അങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ 2 ഷോൾഡറിൻ്റെ എല്ലിന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് സി സെക്ഷൻ ആയത്. നോർമൽ ഡെലിവറി എനിക്ക് പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞത്. ബേബി വെയിറ്റ് കൂടുതലാണ്, പിന്നെ എനിക്ക് സെർവിക്സ് ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 2 റീസൺ കൊണ്ടാണ് എനിക്ക് സി സെക്ഷൻ ആയത്. അപ്പോൾ കുറേ പേര് കുറേ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും നിങ്ങളുടെ ഡൗട്ട്സ് തീർന്നിട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെന്താണ്, ഇത്രയൊക്കെ തന്നെയാണ് ഡൗട്ട്സ് ആയിട്ട് മെയിനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൽ വല്ലതും വിട്ടു പോയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. മരുന്നുകൾ എന്നാ സ്റ്റാർട്ട് ചെയ്തതെന്ന്, മരുന്നുകൾ എന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്നും കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1 monthന് ശേഷമാണ് മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്തത്. 1ാം തീയതി ഡെലിവറി ആയിരുന്നു. 26, 27 ഒക്കെ ആയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഏറ്റവും ആദ്യം കഴിച്ചത് എന്തോ ചുക്കും ശർക്കരയും അത് ചേർന്നൊരു പൊടി, അതാണ് ഏറ്റവും ആദ്യം കഴിച്ചത്. എനിക്ക് എത്ര ഓർമ്മ എന്ന് പറയാറ്, എനിക്ക് ഇഞ്ചി ഇഷ്ടമല്ലാത്തൊരു സാധനം. ഇഞ്ചി ഫുഡിൽ കിട്ടി എനിക്ക് ഇഷ്ടമല്ല ഇഞ്ചി. അപ്പോൾ ഈ സാധനം പൊടിച്ച് കൊണ്ടുവന്നാൽ തിന്നാൻ ഭയങ്കര പാടാണ്. അങ്ങനെ അത് വെറും വയറ്റിൽ കഴിക്കണം. അപ്പോൾ ഈ സാധനം കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് വിഴുങ്ങുക എന്നുള്ളൊരു പ്ലാനിലെത്തി. അങ്ങനെ ഞാൻ ആ പൊടി വായിലിട്ടിട്ട് വെറും വയറ്റിൽ രാവിലെ കഴിഞ്ഞിട്ട് ആ പൊടി വായിലിട്ടിട്ട് വിഴുങ്ങി. ഈ അവലോസ് പൊടി വായിലിട്ടിട്ട് വിഴുങ്ങി എങ്ങനെ ഇരിക്കും ഗൈസ്, അതുപോലെയായിരുന്നു. ലാസ്റ്റിൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നിട്ട് വിഴുങ്ങാൻ പറ്റാണ്ട്, പൊടിയല്ലേ വിഴുങ്ങാൻ പറ്റാണ്ട് ഞാൻ കിടന്ന് പടയും അവിടെ കിടന്നിട്ട്. അപ്പോൾ എനിക്ക് എങ്ങനെ തിന്നാൻ പറ്റുന്നില്ല അത്. ലാസ്റ്റ് ഞാനൊരു ഐഡിയ കണ്ടുപിടിച്ചു. ഞാൻ ആ ഗ്ലാസ്സിൽ 1/4 ഭാഗം വെള്ളം എടുത്തു, എന്നിട്ട് ഈ പൊടി അതിലിട്ടിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ കുറുക്ക് പോലെയായി. ആണ് ഞാൻ സ്പൂണിൽ കോരി കുടിക്കായിരുന്നു ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നത്. കാരണം എനിക്ക് ആ പൊടി തിന്നാൻ പറ്റുന്നില്ല, വെള്ളം ചേർക്കരുതെന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് വെള്ളം ഇല്ലാണ്ട് കഴിക്കാൻ പറ്റില്ല അത്. അങ്ങനെ ഞാൻ അതിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം പിന്നെ കഴിച്ചിട്ടുള്ള മെഡിസിൻസ്, കഷായം കുടിച്ചു, 2 ടൈപ്പ് കഷായം കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിച്ചത് ലേഹ്യങ്ങളായിരുന്നു. ലേഹ്യം കഴിച്ചിട്ടുണ്ട്, ഉള്ളി ലേഹ്യം കഴിച്ചിട്ടുണ്ട്, പൂക്കുല ലേഹ്യം കഴിച്ചിട്ടുണ്ട്. പിന്നെ കഴിച്ചത് അരിഷ്ടങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഭയങ്കര വലിയൊരു പ്രോബ്ലം ഉണ്ടെന്ന് കാരണം ഞാൻ ആ മരുന്ന് സ്റ്റോപ്പാക്കി വെച്ചേക്കാം. എനിക്ക് ഗ്യാസ് ട്രബിൾ വന്നു. ഗ്യാസ് ട്രബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിസ്സാരമായിട്ട് കാണണ്ട, നല്ല പെയിനാണ്. ഡെലിവറിനേക്കാളും പെയിനായിരുന്നു ഈ ഗ്യാസ് ട്രബിളിൻ്റെ പെയിൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മോ ഒടുക്കത്ത പെയിനായിരുന്നു. ഒരു ദിവസം ഈവനിങ്ങൊക്കെ എപ്പോഴാണ് വന്നു വയറുവേദന, അതും സ്റ്റിച്ചിൻ്റെ അവിടെ അല്ല, ചെസ്റ്റിന് താഴെ കൂമ്പിലായിട്ടാണ് പെയിൻ വന്നത്. ഞാൻ ആദ്യം അറ്റാക്കാന്ന് ഗൈസ് വിചാരിച്ചത്, വയറുവേദന ഈ നെഞ്ചിൻ്റെ അവിടെ കാരണം. അറ്റാക്കൊന്നും ഞാൻ ചാവുന്ന വിചാരിച്ചത്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഗ്യാസിൻ്റെ ആയിരുന്നു. ഒരു ഇഞ്ചക്ഷൻ അടിച്ച് വിട്ടു, വീട്ടിലെത്തി. 2ാമതും ഗ്യാസിൻ്റെ പ്രോബ്ലം തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ. അപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ അടിച്ച് വന്നു. 3ാമതും പെയിൻ വന്നു, ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ അടിച്ച് വിട്ടു. അപ്പോൾ അതുകൊണ്ട് ഗ്യാസിൻ്റെ പ്രോബ്ലം വരാതെ നോക്കണം.
എനിക്ക് വന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനത്തെ ഫുഡൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ അരിഷ്ടം ഞാനിപ്പോൾ കുടിക്കുന്നുണ്ട് മലയാളത്തിൽ, ഗ്യാസ് ട്രബിൾ കാരണം. അപ്പോൾ സി സെക്ഷൻ കഴിഞ്ഞൊരു അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഗ്യാസ് ഫോം ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ഒന്നും കഴിക്കരുത്, അല്ലാണ്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുക. അപ്പോൾ സി സെക്ഷൻ കഴിഞ്ഞിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിലും എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്താൽ മതി. ഇൻസ്റ്റ ആയിരിക്കും കുറച്ചും കൂടിയും സൗകര്യം തോന്നുന്നു. എനിക്കെല്ലാം എൻക്വയറീസ് വരുന്നത് ഇൻസ്റ്റഗ്രാമിലാണ്. എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്നവരുണ്ട്, കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് അതിലൊക്കെ ഭയങ്കര സന്തോഷം. നിങ്ങൾ അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കറിയാവുന്ന ഇത് ഞാൻ എന്തായാലും പറഞ്ഞുതരാം. അറിയാത്ത കാര്യങ്ങൾ ഞാൻ അറിയില്ല എന്ന് തന്നെ പറയും, അറിയാത്തത് പറഞ്ഞുതരാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്കറിയാവുന്നതൊക്കെ ഞാൻ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രഗ്നൻറ്റ് ലേഡീസിന് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെങ്കിൽ പ്ലീസ് ഷെയർ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.